അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, ജാമിഅ വഹബിയ അറബിയ അതിൻ്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തപ്പെടുന്ന 60 ഓൺലൈൻ പ്രഭാഷണങ്ങൾ പരമ്പര നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് മരണാനന്തര ചടങ്ങുകൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യം എന്ന വിഷയത്തിൽ നമുക്കല്പം സംസാരിക്കാം. മരണാനന്തരം നടക്കുന്ന ചടങ്ങുകളിൽ പല മതങ്ങളും വ്യത്യസ്ത കർമ്മങ്ങളും വ്യത്യസ്ത ആചാരങ്ങളുമാണ് നടത്തിപ്പോരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരം കർമ്മങ്ങളിൽ അമിതമായ പണച്ചെലവും വില കൂടിയ വസ്തുക്കൾ നശിപ്പിക്കൽ ഇതെല്ലാം കണ്ടുവരാറുണ്ട്. ഇവിടെയാണ് അള്ളാഹുവിൻ്റെ മതമായ പരിശുദ്ധമായ ഇസ്ലാം ലളിതമാർന്ന നിയമങ്ങൾ കൊണ്ടും മിതത്വം കൊണ്ടും മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചും വേറിട്ട് നിൽക്കുന്നത്. മരണപ്പെട്ട വ്യക്തിയോടുള്ളതായ ആദരവും ബഹുമാനവും കാത്തു സൂക്ഷിക്കുക, പ്രകൃതിയോടും സമൂഹത്തോടുമുള്ള ഉത്തരവാദിത്വം നിലനിർത്തുക, ഇതെല്ലാം മരണാനന്തര ചടങ്ങുകളിൽ വ്യക്തമായി ബോധ്യപ്പെടുന്ന നിലയിലാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളുടെ മുന്നിൽ ഇത്തരം കർമ്മങ്ങൾ വരച്ചു കാട്ടുന്നത്. ഒരാൾ മരണപ്പെട്ടാൽ പ്രധാനമായും 4 കാര്യങ്ങളാണ് പരിശുദ്ധ ഇസ്ലാം നിർബന്ധമാക്കുന്നത്. മരണപ്പെട്ട വ്യക്തിയെ കുളിപ്പിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. മരണം സംഭവിച്ച വ്യക്തിയുടെ ശരീരത്തിലെ നജസ് നീക്കിയ ശേഷം ശുദ്ധമായ വെള്ളം കൊണ്ട് ഒരു പ്രാവശ്യം കുളിപ്പിക്കുക എന്ന ബാധ്യത നിറവേറപ്പെടുകയാണ്. ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ലാളിത്യവും മിതത്വവുമാണ്. വിശുദ്ധമായ ഇസ്ലാം രണ്ടാമത് മരണാനന്തര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് നിർദ്ദേശിക്കുന്നത് മരണപ്പെട്ട വ്യക്തിയെ കഫൻ ചെയ്യുക എന്ന് പറയപ്പെടുന്നതാണ്. ജീവിതകാലത്ത് ധരിക്കൽ അനുവദനീയമായ ഏത് വസ്ത്രത്തിനും സ്ത്രീയെയും പുരുഷനെയും കഫൻ ചെയ്യൽ അനുവദനീയമാണ് എന്നതാണ് വിശുദ്ധമായ ഇസ്ലാമിൻ്റെ നയം. ഇവിടെ നമ്മൾ നോക്കൂ, മറ്റു ഇതര മതങ്ങളിലുള്ളതായ ആളുകൾ മരണപ്പെട്ടാൽ വില കൂടിയ വസ്ത്രങ്ങളും അവർക്കിഷ്ടപ്പെട്ടിരുന്നതായ ആഭരണങ്ങളും ഒക്കെ ധരിപ്പിച്ച് അവരതോടുകൂടെ തന്നെ സംസ്കരിക്കുകയും അതോടുകൂടെ തന്നെ അവരെ മർമാടപ്പെടുകയും ചെയ്യപ്പെടുന്നതായ ഒരവസ്ഥ നിലവിലുണ്ട്. ഇതിനെല്ലാം പരിശുദ്ധമായ ഇസ്ലാം വിലക്കുകയും മാറ്റി നിർത്തുകയും ഒഴിവാക്കപ്പെടേണ്ടതാണെന്നും വിശുദ്ധമായ ഇസ്ലാം നമ്മളോട് കൽപ്പിക്കുന്നു. പുരുഷനെ കഫൻ ചെയ്യപ്പെടേണ്ടത് 3 വസ്ത്രങ്ങളിലായിക്കൊണ്ടാണ്. സ്ത്രീക്കാണെങ്കിൽ 5 വസ്ത്രത്തിലായിക്കൊണ്ടാണ് ആ സ്ത്രീയെ കഫൻ ചെയ്യപ്പെടേണ്ടത്. ഇവിടെ തന്നെ സ്ത്രീക്ക് ജീവിതകാലത്ത് ധരിക്കൽ അനുവദനീയമായ പട്ടുവസ്ത്രങ്ങൾ മരണപ്പെട്ടതിന് ശേഷം അതിൽ അവരെ കഫൻ ചെയ്യുക എന്ന് പറയപ്പെടുന്നത് അനുചിതമായി കൊണ്ടാണ്, ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്നാണ് വിശുദ്ധമായ ഇസ്ലാം നിർദ്ദേശിക്കുന്നത്. ഇതിലും വിശുദ്ധമായ ഇസ്ലാമിന്റെ ലാളിത്യവും മിതത്വവുമാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. മൂന്നാമതായി കൊണ്ട് നടത്തപ്പെടുന്നതായ മയ്യത്ത് നിസ്കാരം എന്ന് പറയപ്പെടുന്നതായ കർമ്മം പ്രയാസരഹിതമായ രീതിയിൽ നിർവഹിക്കാനാണ് വിശുദ്ധമായ ഇസ്ലാം നിർദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു നമസ്കാരങ്ങളിലുള്ളതുപോലെ റുകൂഉകളോ സുജൂദുകളോ ഒന്നുമില്ല. മറ്റുള്ള നമസ്കാരങ്ങൾക്ക് ചെലവഴിക്കേണ്ടി വരുന്നത് പോലെയുള്ളൊരു സമയം മയ്യത്ത് നിസ്കാരത്തിന് ചെലവഴിക്കേണ്ടി വരുന്നില്ല എന്നതൊക്കെ മരണാനന്തര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന്റെ ലാളിത്യവും ഇസ്ലാമിന്റെ മിതത്വവുമാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. നാലാമതായി കൊണ്ട് നടത്തുന്ന കർമ്മങ്ങൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നാലാമതായി കൊണ്ട് നമ്മൾ നടത്തുന്നതായ മറമാടൽ എന്ന് പറയപ്പെടുന്നതായ കർമ്മം വിശുദ്ധ ഇസ്ലാം അല്ലാത്ത മറ്റു മതങ്ങളിൽ ഒരാൾ മരണപ്പെട്ടാൽ അയാളെ ചില ആളുകൾ ദഹിപ്പിക്കുന്നു, ചില ആളുകളെ വൈദ്യുതിയുടെ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ മൃതദേഹം കരിച്ചു കളയുന്നു. മറ്റു ചില ആളുകൾ പാഴ്സികൾ എന്നറിയപ്പെടുന്നതായ ഒരു വിഭാഗം ആളുകൾ അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ മൃതശരീരങ്ങൾ കുടുംബങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ മുറിച്ചു മാറ്റി കഴുകന്മാർക്കും പക്ഷികൾക്കും ഭക്ഷണമായി കൊണ്ട് നൽകുന്നു. മരണപ്പെടുന്നതായ വ്യക്തിയോടുള്ളതായ മാനുഷികമായ ഒരു പരിഗണന ഇവിടെ നൽകപ്പെടുന്നില്ല. എന്നാൽ വിശുദ്ധമായ ഇസ്ലാം മറമാടുന്നിടത്ത് നമ്മളോട് വ്യക്തമായി കൊണ്ട് പറയുന്നത് വന്യമൃഗങ്ങൾക്ക് ഇവരുടെ ശരീരത്തെ, ഈ മരണപ്പെട്ട വ്യക്തിയുടെ ശരീരത്തെ മാന്തിയെടുക്കാൻ കഴിയാത്തതായ ആഴമുള്ള കുഴിയിൽ സംസ്കരിക്കുകയും മൃതദേഹത്തിന്റെ ദുർഗന്ധം പുറത്തേക്ക് വ്യാപിച്ച് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് തടയുന്നതായ രീതിയിലുള്ളതായ ഒരു വലിയ കുഴിയിലാണ് മയ്യത്തിനെ സംസ്കരിക്കപ്പെടേണ്ടത് എന്ന് വിശുദ്ധമായ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നു.
ചുരുക്കത്തിൽ മരണാനന്തര കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തപ്പെടുന്ന കർമ്മങ്ങളിൽ എല്ലാ കർമ്മങ്ങളിലും പരിശുദ്ധ ഇസ്ലാമിന്റെ ലാളിത്യവും അതിന്റെ മിതത്വവും അതിന്റെ മാനുഷിക മൂല്യവുമാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കാനും സത്യം ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.